ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഊട്ടി ട്രിപ്പ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരു ട്രിപ്പായിരുന്നു ഇത്. നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്നത് പോലെ നമ്മളെല്ലാം പ്ലാനിങ് ചെയ്തിട്ട് പോകുന്നതാണെങ്കിൽ ഒന്നും നടക്കലുണ്ടാവില്ല. നമ്മളിങ്ങനെ ചടപടേന്ന് അങ്ങനെ പെട്ടെന്ന് കീഴിലെങ്കിൽ എല്ലാം ചടപടേന്ന് നടക്കും. അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു നമ്മളതും. അപ്പോൾ തലേന്ന് തന്നെ എല്ലാവരും ഇങ്ങനെ ഒരു ഊട്ടി ട്രിപ്പ് പോയാലോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ പോകണോ വേണ്ടയോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ മഗ്‌രിബിന് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പോകണോ വേണ്ടയോ. അപ്പോൾ രാത്രി ഒരു 10, 11, 12 മണിയാകുന്നത് വരെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിട്ടില്ല. കുറച്ച് ആൾക്കാർ പോകാം, കുറച്ച് കഴിയുമ്പോൾ പോകുന്നില്ല, വീണ്ടും പോകുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു ഉണ്ടായത്. പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോൾ പെട്ടെന്ന് അനിയൻ പറഞ്ഞ് വണ്ടി റെഡിയാണ്, അപ്പോൾ എല്ലാവരും രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേറ്റുക, നമുക്ക് രാവിലെ തന്നെ വിടാമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, എല്ലാവരും ആ ഒരു 12 മണി 1 മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങി. ഒരു 4 മണിക്ക് എഴുന്നേൽക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ 4 മണിക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റത് 4 മണിക്ക്. അപ്പോൾ രാത്രിയിലെ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ രാവിലെ 4 മണിക്കാണ് പാക്ക് ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ ആ ഒരു സീറ്റിന് പരിമിതമായ ആൾക്കാരെ അതിൽ പോകാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ നമ്മൾ സീറ്റും കവിഞ്ഞ് അതുക്ക് മേലെയായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം 2 വണ്ടിയിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ 2 വണ്ടി പോകുമ്പോൾ കസിൻസായിട്ടുള്ള ആ ഒരു വൈബും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ചാളിപ്പുറം ആ ഒരു രസമില്ല. അപ്പോൾ എല്ലാവർക്കും കൂടി ഒത്തുകൂടി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു വണ്ടി എടുത്തത്. ഇന്നോവയിലാണ് പോയത്. ഇന്നോവയിൽ ഏകദേശം കുട്ടികളടക്കം 14 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അടിയിലും മേലെയായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെക്ക് പോസ്റ്റെല്ലാം കിടക്കുമ്പം എന്തായാലും അവർ ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ചെക്ക് ചെയ്ത് ഓവർലോഡ് കണ്ടിട്ട് പോലീസിന് വരെ അത്ഭുതമായിപ്പോയി. നമ്മളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്രപ്പാട് ആൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ എവിടത്തേക്കാണ് ഇങ്ങനെ ലോഡായിട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളൊരു മുഖം കണ്ടിട്ട് അവർ പിന്നെ പോട്ട് വിട്ടോന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ ആയാലും തിരിച്ച് വരുമ്പോഴായാലും ചെക്ക് പോസ്റ്റിന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ആ ഒരു മുഖം കണ്ടിട്ടാണ് രണ്ടിടത്തുനിന്നും നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നമ്മൾ മെല്ലെ സ്ലോ ആയിട്ട് എല്ലാം എൻജോയ് ചെയ്ത് പോകാമെന്നുള്ളൊരു രീതിയിൽ സ്ലോ ആയിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 മണിക്കൂർ എന്നുള്ളത് ഒരു 8-9 മണിക്കൂറായിരുന്നു നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക്. പിന്നെ അവിടെ എത്തിയിട്ട് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തലേന്ന് പ്ലാൻ ചെയ്യും. യൂട്യൂബിൽ കണ്ടൻറ്റായിട്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കണം, റീൽസ് എടുക്കണം, എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് പോകുക. പക്ഷെ അവിടെ എത്തുമ്പോൾ ആ ഒരു കസിൻസും ഫാമിലി ആയിട്ടുള്ള ആ ഒരു വൈബിൽ ഞാനതങ്ങ് മറന്നളിയും. എനിക്ക് ഫോണിൻ്റെ കാര്യം തന്നെ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറേ സ്ഥലത്ത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു, ഒന്നിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. ആകെ ഒരു സ്ഥലത്ത് പോയതിൻ്റെ ആ ഒരു ക്ലിപ്സും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ എല്ലായിടത്തും കറങ്ങിയിട്ട് നമ്മൾ നേരെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. 2 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നിൽ 2 ബെഡും ഒന്നിൽ 1 ബെഡായിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ബോയ്സിനെ ഫുൾ അവിടത്തേക്ക് തട്ടി നമ്മൾ ഗേൾസ് ഫുൾ ഇവിടെ ഈ ഒരു റൂമിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സമയം അത്ര വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചൂടെടുത്തിട്ട് എല്ലാവരും ഗ്ലാസ് ബേക്കിലുള്ളവർക്കെല്ലാം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ പോയി ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും തണുപ്പ് കയറാൻ തുടങ്ങി. തണുപ്പ് എന്ന് വെച്ചാൽ അമ്മാതിരി തണുപ്പ്. നമ്മൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ആ ഒരു റൂമിലെങ്കിൽ ബാൽക്കണിയിൽ നല്ല വൈബും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കിടന്ന് 2-3 ബ്ലാങ്കറ്റ് വെച്ച് പുതച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ ഈ ഒരു സമയം 2-3 ആൾക്ക് നല്ല താങ്ക്സ് പറയാനുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കുന്ന സമയം ഫാമിലിയിൽ നിന്ന് ഒരാൾ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരാളെ ഫോട്ടോ നമ്മൾ ആ ഒരു ഫോട്ടോയിൽ ഉൾക്കൊള്ളൂല. അപ്പോൾ ആ ഒരു സമയത്ത് യഹിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ അൽത്താഫിൻ്റെ അനിയൻ നമുക്ക് നല്ലൊരു ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കാണുമ്പോൾ നമുക്ക് തോന്നി ഞാൻ അൽത്താഫിൻ്റെ അനിയനാണ് എന്ന്. പിന്നെ ഒരു സംശയം കൊണ്ട് നമ്മൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നിനും നിന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഊട്ടി ട്രിപ്പ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ.